ബിഗിനേഴ്സിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. സെറോദ കൈറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങാം. മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എന്നാലും കുറച്ച് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സെറോദ കൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ വാച്ച് ലിസ്റ്റ് ആണ് കാണാൻ പറ്റുക. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കമ്പനീസിന്റെ സ്റ്റോക്സ് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ HDFC ബാങ്കിന്റെ ഷെയർ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി മേലെ കാണുന്ന കോളത്തിൽ ഞാൻ HDFC ബാങ്ക് എന്ന് സെർച്ച് ചെയ്തു. ഇവിടെ HDFC ബാങ്ക് NSEയിലും BSEയിലും കാണാൻ പറ്റും. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങാം. അതിലൊന്ന് ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചു. എൻ്റെ അക്കൗണ്ടിൽ 18,000 രൂപയാണുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും പൈസക്ക് മാത്രമേ എനിക്ക് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ച HDFC ബാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇവിടെ ആദ്യം കാണുന്ന ക്വാണ്ടിറ്റി എന്ന കോളത്തിൽ നമ്മൾ എത്ര ഷെയർ ആണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇന്ന് സ്റ്റോക്ക് വാങ്ങി ഇന്ന് തന്നെ സെല് ചെയ്യും എന്നുണ്ടെങ്കിൽ മാത്രം ഇൻട്രാഡേ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ലോങ് ടേം ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ മാർക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇങ്ങനെ ചെയ്താൽ HDFC ബാങ്ക് ഇപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് എത്ര രൂപക്കാണോ ആ എമൗണ്ടിന് നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇനി ലിമിറ്റ് ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ HDFC ബാങ്കിന്റെ വില 1673 രൂപയാണ്. നമ്മൾ വിചാരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ഒരു 3 രൂപ കുറയും. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം 1670 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഓർഡർ കൊടുക്കുകയാണെങ്കിൽ HDFC ബാങ്കിന്റെ പ്രൈസ് എപ്പോൾ 1670 ആകും അപ്പോൾ മാത്രമേ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. അതിനുശേഷം സ്വൈപ്പ് ടു ബൈ എന്നുള്ളതൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ HDFC ബാങ്കിന്റെ 10 ഷെയർ എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരും.